നമ്മളൊരു സിനിമയ്ക്ക് പോവാ. രണ്ട് സിനിമയ്ക്ക്. ഇവിടെ രണ്ടുപേരും, അതായത് ഇവനും ഇച്ചയും ദോക്യവിനും കൂടെ ഏതോ ഒരു പടത്തിന്, ഞാനും യേസുവും കൂടെ ആസിഫ് അലിയുടെ പുതിയ ലെവൽ ക്രോസ് കാണാൻ. ഞങ്ങള് കാണുന്ന സിനിമ ഏതാണെന്ന് അറിയണം. അതാ ഏതോ പടം എന്ന് പറഞ്ഞ സിനിമ ഏതാണെന്ന് ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ. അതുകൊണ്ടാ പറഞ്ഞത്. നിനക്ക് മനസ്സിലായില്ല, കാണുന്നവർക്ക് മനസ്സിലാവട്ടെ. ഞാൻ ഒന്നും മിണ്ടുന്നില്ല, എന്നെ വിറ്റ് കാശാക്കുന്നില്ല. പല വീഡിയോകളിലും എന്നെ കളിയാക്കി പലതും ഇറങ്ങുന്നു. ആരും അത് കാണാത്തത് കൊണ്ട് ഞാൻ പ്രതിഷേധിക്കുന്നില്ല. ഞങ്ങളിത് സിനിമ കാണാൻ വേണ്ടി വന്നു. ഇവരുടെ സിനിമയ്ക്ക് ആളുണ്ട്, ദാണ്ട് ആൾക്കാർ കേറുന്നു. ഞങ്ങളുടെ സിനിമ കാണാൻ ആരും. പടം തുടങ്ങണമെങ്കിൽ മിനിമം 15 പേര് വേണം. ഇതിന് ഒരാളായിട്ട് പോലും കൂട്ടത്തില്ല. ഇവർക്കൊരു ടിക്കറ്റ് എടുത്താലും 15 പേരില്ലാത്ത സിനിമ തുടങ്ങൂലാന്ന്. അതുകൊണ്ട് ഞങ്ങൾ നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങളുടെ അല്ല നിങ്ങളുടേതാത്തൊരു ടിക്കറ്റ് എടുത്ത് ഞങ്ങളും കയറിയാലോ. ഒന്നും മനസ്സിലാവത്തില്ലെങ്കിൽ പോപ്കോൺ തിന്നാലോ. പറ്റത്തില്ല, ആ പടം അങ്ങനെ കാണാൻ പറ്റില്ല. കൊച്ചിനെ കാണിക്കാൻ പറ്റത്തില്ല. വയലൻസ്. അവൾക്ക് നമ്മൾ ഫോൺ ഇട്ട് കൊടുക്കും. ഞാൻ എവിടെ ഇരിക്കണോ 3 മണിക്കൂർ? ചോദിച്ചേ എന്നിട്ടാ ഇച്ച പറഞ്ഞ ഓടിക്ക് ആരും പ്രധാന. ഓക്കെ, എന്നാ നിങ്ങൾ കയറിക്കോ. ടാറ്റാ. ഇനി കയറിയില്ലെങ്കിൽ ഞാൻ ഇതിന് ടിക്കറ്റ് കിട്ടുമെങ്കിൽ ഞാൻ കയറി വരട്ടെ. കുറച്ച് പിള്ളേർ സെറ്റൊക്കെ വന്നോണ്ട് നമുക്ക് കയറാൻ സമയം കേട്ടോ. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ ആകെപ്പാടെ 3 ക്യാരക്ടറാണ് കാണിക്കുന്നത്. പിന്നെ 1-2 പേരൂടെ. ആസിഫ് അലിയുടെ ലുക്കും ഇതൊക്കെ കൊള്ളാം. സിനിമ പക്ഷേ കുറച്ച് സസ്പെൻസ് ഒക്കെ ഉണ്ട്. എന്നാലും ഫാമിലി മൂവി അങ്ങനെയൊന്നും അല്ല. പിന്നെ കുറച്ചൊക്കെ ഇരുന്ന് കാണാം, അത്രേ ഉള്ളൂ. എനിക്കങ്ങനെ അത്രയ്ക്ക് റിവ്യൂ പറയാനൊന്നും എനിക്കറിയില്ല കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് ഭയങ്കര എൻ്റർടൈൻ ആയെന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല. കുറച്ച് സസ്പെൻസ് ആയിട്ടുള്ളൊരു മൂവിയാണ്. റിവ്യൂ ടൈം. ആദ്യം നിങ്ങളുടെ സിനിമയെ പറ്റി പറയൂ. ഇവിടെ മൂവി എങ്ങനെയുണ്ട്? പറഞ്ഞു കഴിഞ്ഞാല് തുടക്കം തൊട്ട് അവസാനം വരെ ഒരു സെക്കൻഡ് ആക്ഷൻ പ്ലസ് കോമഡി മൂവി. ശരിക്കും നിങ്ങൾ പറയുവാണോ അതോ നമുക്ക് പഴയ ഒരു ചാനൽ ഉണ്ടായിരുന്നു, ജസ്റ്റ് ഫിലിം. അത് നമുക്ക് ഇനിയുണ്ട്. റിവ്യൂ ഉണ്ടായിരുന്നു. ഹലോ ഗായ്സ്. നിന്നെ ചീത്ത വിളിച്ച അടിപൊളി. പക്ഷെ ഞങ്ങൾക്ക് കേൾക്കേണ്ടത് നിങ്ങളുടെ വിശേഷമാണ്. ഓരോ റോയിൽ ഇരുന്ന് കിടന്നും കണ്ടെന്നൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ ആസിഫ് അലിയാണ് പുതിയൊരു ലുക്കിലാണ് അവരെ അങ്ങനെ. പക്ഷെ ആ ഒരു ലുക്ക് നമ്മള് പണ്ടത്തെ മറ്റേ ഓർഡിനറി സിനിമ ഇല്ലയോ, ഓർഡിനറി ആസിഫ് അലി വില്ലനായിട്ട് ശരിക്കും ആ ഒരു മേക്കപ്പ് പോലൊക്കെ തന്നെ തോന്നി. പിന്നെ അതിനകത്തും ഒരു ഇച്ചിരി ഒരു വ്യത്യാസം അത്രേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് കഥയെന്ന് പറഞ്ഞാൽ ഈ ആസിഫ് അലിയും ആസിഫ് അലി അമലാപ്പോളും മറ്റു നമ്മുടെ ഗിരിരാജൻ ഇത്രയും പേരാണ് ഉള്ളത്. ബാക്കി ആരുമില്ല. ഒരു ലെവൽ ക്രോസിൽ നടക്കുന്ന പരിപാടികൾ വലിയ കാര്യമായിട്ട് കാണാനുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. ചെറുതായിട്ടൊരു സസ്പെൻസ് ഉണ്ട്. പക്ഷെ നമ്മളെ ആദ്യത്തെ ഇന്റർവെല് വരെ ഉണ്ടല്ലോ, ബോറടിപ്പിച്ച്. അപ്പൊ ഞാനാണെങ്കിൽ ഞാൻ കേസോടെ പോപ്കോൺ വാങ്ങിക്കാൻ ഇറങ്ങി. അന്നേരം ആ കാണാനുണ്ടായിരുന്ന പിള്ളേർ പറയാം കേട്ടോ, ഒരുത്തം വേണ്ട ഇനി മേലെ നീ റിവ്യൂ പറഞ്ഞിട്ട് ഒരു കോളേജില് പഠിക്കുന്ന പിള്ളേര് 2-3 ഒരു 4-5 പിള്ളേരുണ്ടായിരുന്നു. അപ്പൊ ഇനി മേലെ നിന്റെ റിവ്യൂ പറഞ്ഞിട്ട് ഞങ്ങൾ ഈ സിനിമയ്ക്ക് വരൂല. പക്ഷെ ഇന്റർവെല് കഴിയുമ്പോ കുറച്ചൊക്കെ ഏറെക്കുറെ ഒരു ഇച്ചിരിയൊക്കെ അത് മാത്രമല്ല, തുടക്കം തൊട്ട് അവസാനം വരെ ഇതുപോലെ ഇഷ്ടപ്പെട്ട് കണ്ട അടുത്ത കാലത്തുണ്ടായിരുന്നു. അത് മാർവലിന്റെ സ്പൈഡർമാൻ ഹോം കമ്മിങ്ങിന് ശേഷം തിയേറ്ററിൽ പോയി കണ്ട മാർവലിന്റെ മൂവിയാണ്. മാർവൽ ചെയ്തിട്ടുള്ളതിൽ വെച്ച്
നിങ്ങൾ കളിയാക്കി പറയുന്നത് നിനക്കത് പറഞ്ഞാൽ മാർവലിനെ കുറിച്ച് എനിക്കറിയില്ല. ബാറ്റ്മാനെ വരെ book ചെയ്തിട്ടില്ല. അത് മാർവൽ ചെയ്തിട്ടുള്ളത് ഏറ്റവും ഇവരെന്താ പറയുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഊട്ടി പറയുവാണോ അല്ലാതെ പറയുവാണോ? Seriously ഈ ഡെഡ്പൂളിന്റെ recommend റിവ്യൂ ചെയ്യുന്നു. ചെയ്യുന്നതാണോ? എന്റെ തലയൊന്നും കാണുന്നില്ല. Seriously recommend ചെയ്യുന്നു. അയ്യോ, എല്ലാവരും Boys, DC ഒക്കെ പോയി കാണണം കേട്ടോ. നിങ്ങളെല്ലാം പേക്കാണ് കിടുക്കുന്ന ഇതിന്റെ പൊരുൾ. ഇവരുടെ എക്സ്പെൻഡ് സ്റ്റുഡിയോ അറിയാവുന്നവർക്ക് അറിയാം. ഫോക്സ് സ്റ്റുഡിയോ ആണ് എക്സ്പെൻഡ് ചെയ്ത്. അവര് ഇത് മാർവലിന് കൊടുത്തില്ല. ഫോക്സിനെ കൊന്ന് നിലംപരിശാക്കിയിട്ടുണ്ട്. കാണുന്നത് ഇത് അയ്യോ ഒന്നും പറയാൻ പറ്റത്തില്ല എന്നതാണ് പ്രശ്നം. കാണണം. ഇനിയിപ്പോ നമ്മുടെ പരിപാടി എന്താ? കഴിപ്പ് ഞാൻ നിങ്ങളോട് പറയാനിരിക്കുന്നു. ആ വീട്ടിൽ ചെന്നിട്ട് ചോറും വീട്ടിൽ ചെന്ന് നിങ്ങൾ ചോറിന് ഞാൻ നിങ്ങളുടെ പുറത്ത് വരും. രണ്ട് മൂവിയുടെയും കണ്ടതിന്റെ ക്ഷീണം തീർക്കാൻ ഞങ്ങള് ഫുഡൊക്കെ അടിച്ച് ഇനിയിപ്പോ നേരെ വീട്ടിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ ഇത് നമ്മള് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പൊ ശരി, ബൈ.